Hello everyone, welcome to my channel Sruthi's Maths Tutorial. അപ്പോൾ നമുക്ക് ഇന്ന് എക്സസൈസിൻ്റെ ബാക്കിയുള്ള ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ 4 ഇതിട്ടിട്ടുണ്ടായിരുന്നു, 4 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള 4 നമുക്ക് ഈ വീഡിയോയിലിടാം. ചെറിയ വീഡിയോ ആയിട്ട് ഇടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ എല്ലാ എക്സസൈസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ ഒരു മടിയായിരിക്കും. അപ്പോൾ നമുക്ക് കുഞ്ഞു വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചായിട്ട് ചെറിയ വീഡിയോ ആകുമ്പോൾ കുറച്ചായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് മടുപ്പില്ലാതെ പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. മാത്സിന് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഗ്രാമർ മിസ്റ്റേക്ക്, ക്വസ്റ്റ്യൻ എഴുതാൻ വിട്ടുപോയി, ഇതിനൊക്കെ മാർക്ക് പോകും. പക്ഷേ മാത്സിന് നിങ്ങൾക്ക് 100% ഷുവറാണ് ഫുൾ മാർക്ക് വാങ്ങിക്കാം. എന്താണ്, വളരെ ഈസിയാണ്, അതേസമയം ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് മാർക്ക് പോകാനും പറ്റുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ഇതിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പം ഓരോരുത്തരും വിചാരിക്കുക ഇപ്രാവശ്യത്തെ 10th ഇതിൽ മാത്സിൽ ഞാൻ മാത്സിൽ മാത്രമല്ല എല്ലാത്തിലും ഫുൾ മാർക്ക് വാങ്ങണം. മാത്സ് ഒരുവിധം എല്ലാവർക്കും വിഷമായതുകൊണ്ട് പറയുന്നതാണ്. പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2x - 1 × x - 3 = x + 5 x - 1. അപ്പോൾ ഇതിനെയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗത്തുള്ള ഇതിനെ എല്ലാത്തിനെയും സിംപ്ലിഫൈ ചെയ്ത് പോവാം, സോൾവ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് പോവാം. അപ്പോൾ 2x × x എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഇതെന്ന് പറയുമ്പോൾ 2x² എന്ന് വന്നു. പിന്നെ ഇതിനെ 2x കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, -6x എന്ന് വന്നു. പിന്നെ ഇതിനെ കൊണ്ട് ഇതിനാക്കുമ്പോൾ -x, പിന്നെ ഇതിനാക്കുമ്പോൾ എന്ത് വരും, മൈനസും പ്ലസ് 3 എന്ന് വന്നു. = x × x x², x × -1 -x, 5 × x + 5x, 5 × -1 -5 ഇങ്ങനെ വന്നു. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ 2x² -6x -x എന്ന് പറയുമ്പോൾ 7x + 3 = x² -5x + 5x. അപ്പോൾ എന്ത് വരും, +4x. അത് മൈനസ് വലിയതിൽ നിന്ന് വെച്ചാൽ അതറിയാലോ, -5 എന്ന്. അപ്പോൾ ഇതിനെല്ലാം കൂടെ നമ്മളൊരു സൈഡിലേക്ക് കൊണ്ടുവന്നു. 2x² -7x + 3 -x² ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ -x² -4x ഇപ്പുറത്ത് വരുമ്പോൾ +5 = 0 എന്ന് വന്നു. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ ഒരു 2x² ഉണ്ട്, ഇവിടെ -x² ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2x²-നകത്ത് -x² പോയ x². പിന്നെ എന്താണ്, ഇവിടെ -7x ആണ്, ഇവിടെ -4x ആണ്. അപ്പോൾ എന്താ വരിക, -7 × 4 = 11x എന്ന് വന്നു. പിന്നെ ഇവിടെ ഒരു 3യും ഇവിടെ ഒരു +3 ഉണ്ട്. അപ്പോൾ എന്താണ്, +3യും +5ഉം ആഡ് ചെയ്യുമ്പോൾ 8 = 0. അപ്പോൾ എന്താണ്, സിൻസ് ഇതൊരു ക്വാഡ്രാറ്റിക് ഫോർമുല അല്ലേ ഉള്ളത്. അപ്പോൾ സിൻസ് എന്താണ്, സിൻസ് it is of the form എന്താണ്, ഫോം നമുക്ക് എന്ത് കിട്ടി, ഫോം ax² + bx + c = 0. അപ്പോൾ എന്താണ്, നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കമ്പയർ ചെയ്യുമ്പോൾ വേർ a = 1 b = എന്തൊരു -11, അതായത് x² കോഫിഷ്യൻ്റ് 1, എക്സിൻ്റെ കോഫിഷ്യൻ്റ് -11. പിന്നെന്താണ്, കോൺസ്റ്റൻ്റ് ടേം എന്താണ്, 8 ആണ്. അപ്പോൾ ഇതെന്താണ്, സിൻസ് ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക്, ഇത് നമുക്കെന്ത് പറയാം, ഹെൻസ് ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതായത് ഹെൻസ് ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ അത് കിട്ടിയല്ലോ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ കാണാണ്, 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, 6ാമത്തേൽ പറയുന്നത് x² + 3x + 1 = x - 2 2. അപ്പോൾ എന്താണ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം,
എ പ്ലസ് ബി ഹോൾ സ്ക്വയർ യൂസ് ചെയ്യണം. യൂസിങ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പം എന്ത് വരും? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പം ഈ ഒരു ടേം അതായത് എ മൈനസ് ബി. എ മൈനസ് ബി പറയുന്ന ഫോമിലാണല്ലോ ഉള്ളത്. അപ്പോൾ എന്ത് വരും? ഇവിടെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ഇങ്ങനെ വരും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിവിടെ ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്കിവിടെ എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഈക്വൽ ടു ഇവിടെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് എന്താണ് 2 × 2ab അല്ലേ? 2ab എന്ന് പറയുമ്പോൾ 2 × 2x, അതായത് 2x പ്ലസ് എന്താണ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 എന്ന് വരും. അപ്പോൾ എല്ലാത്തിനെയും കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 4 ഈക്വൽ ടു 0. അപ്പോൾ എന്ത് വരും? ഇതും ക്യാൻസലാവും. അപ്പോൾ എന്ത് വരും? 0x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 4x എന്ന് പറഞ്ഞാൽ 7x മൈനസ് 3 ഈക്വൽ ടു 0. അതായത് 7x മൈനസ് 3 ഈക്വൽ ടു 0. അപ്പോൾ എന്താണ് ഇത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ? എന്താണ് ഇതിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത്? 1 ആണ്, നോട്ട് 2. അതായത് സിൻസ് ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എന്താണ്? ഹയസ്റ്റ് പവർ ഈസ് 1, നോട്ട് 2. സോ എന്താണ്? അപ്പോൾ ഇതെന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ഫോം എന്താണ്? ഇൻ ദ ഫോം ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്താണ്? ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? 7ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ് പ്ലസ് 2 ഹോൾ ക്യൂബ് ഈക്വൽ ടു 2x ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1. ഇവിടെ നമുക്ക് എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്നുള്ള ഫോമാണ്. നമുക്കറിയാം എന്ത്? എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള ഫോമാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആ ഫോമിൽ ഇതിനെ എക്സ് പ്ലസ് 2 ഹോൾ ക്യൂബിനെ നമുക്ക് മാറ്റി എഴുതിയാൽ നമുക്ക് എന്ത് വരും? എ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ക്യൂബ്, ദാറ്റ് ഈസ് 8 പ്ലസ് 3 ഇൻറ്റു എക്സ് ഇൻറ്റു 2 അല്ലേ? 2. അപ്പോൾ ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2. ഇതിനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? എക്സ് ക്യൂബ് പ്ലസ് 8 പ്ലസ് 3 2 6 6 എക്സ് സ്ക്വയറിന് എഴുതി കൂടെ 6 ഇതിനെ കൊണ്ട് മാറ്റുമ്പോൾ 6x സ്ക്വയർ പ്ലസ് എന്താണ് 6 3 × 2 6 6 ഇൻറ്റു 2 12x അങ്ങനെ വന്നില്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? അത് കിട്ടി ഇവിടെ. അപ്പോൾ നമ്മൾ ആ ഒരു ടേം അതിനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ എഴുതുകയാണ്. എക്സ് ക്യൂബ് പ്ലസ് 6x സ്ക്വയർ പ്ലസ് 12x പ്ലസ് 8 ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡ് എന്താണ്? 2x ഇൻറ്റു എക്സ് സ്ക്വയർ, അതായത് 2x ഇൻറ്റു എക്സ് സ്ക്വയർ, അതായത് 2x ക്യൂബ് മൈനസ് 2x എന്ന് എഴുതി. എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് മാറ്റുമ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 6x സ്ക്വയർ പ്ലസ് 12x പ്ലസ് 8 മൈനസ് 2x ക്യൂബ് പ്ലസ് 2x ഈക്വൽ ടു 0 വന്നു. അപ്പോൾ ഇവിടെ ഒരു എക്സ് ക്യൂബ് ഉണ്ട്, ഇവിടെ മൈനസ് എക്സ് ക്യൂബ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? മൈനസ് എക്സ് ക്യൂബ് എന്നല്ലേ വരിക.
അപ്പോൾ മൈനസ് ഇതും പോയി ഇതും പോയി. പിന്നെ എന്താണ് എക്സ് സ്ക്വയറിൻ്റെ ടേം വേറെ ഉണ്ടോ? ഇല്ല. അപ്പോൾ +6x², ഇതും കഴിഞ്ഞു. പിന്നെ എക്സിൻ്റെ ടേം ഇവിടെ 12x ഉണ്ട്, ഇവിടെ 2x ഉണ്ട്, പ്ലസ് ആണ്. അപ്പോൾ 14x പ്ലസ് കോൺസ്റ്റൻറ്റ് ടേം എന്താണ്? ഓൺലി 8 മാത്രമേ ഉള്ളൂ, =0 എന്ന്. അപ്പോൾ എന്താണ് ഇവിടെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്, 2 അല്ല. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ഹയസ്റ്റ് പവർ എപ്പോഴും എന്തായിരിക്കണം? 2 ആയിരിക്കണം. അപ്പോൾ എന്താണ്? സിൻസ് ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് ഹയസ്റ്റ് പവർ ഈസ് 3 നോട്ട് 2 അല്ലേ? അപ്പോൾ എന്താണ്? നോട്ട് 2 ആണ്. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ഫോം ഓഫ് ax² plus bx plus c = 0. അപ്പോൾ എന്താണ്? ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, കാരണം ഇതിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി 3 ആണ്, നോട്ട് 2. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ ആ വേരിയബിളിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി എപ്പോഴും 2 ആയിരിക്കണം, അത് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x³ - 4x² - x + 1 = x - 2 3. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് യൂസ് ചെയ്യണം. എന്തെന്ന്? ഇവിടെ എന്താണ്? നമ്മൾ ഇവിടെ a - b³ ആണ്. അപ്പോൾ യൂസ് ചെയ്യുക. യൂസിങ് എന്താണ്? a - b³ = a³ - b³ മൈനസ് എന്താണ്? 3a² b പ്ലസ് 3ab². ഇങ്ങനെയല്ലേ വരിക? 3a² b പ്ലസ് 3ab². അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റി എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ x³ - 4x² - x - 1 = ഇവിടെ എന്താണ്? x - 2 ആണ്. ഇത് ഈ ഫോർമുലയിൽ കൊടുക്കുമ്പോൾ x - 1 a³ എന്ന് പറയുന്നത് x ഈ a - b³ ഇവിടെ യൂസ് ചെയ്യുക. അപ്പോൾ x³ മൈനസ് എന്ത് വരും? x³ - b³ എന്ന് പറഞ്ഞാൽ 8 മൈനസ് -8 x³ - 8 മൈനസ് 3 × a². a² എന്നാൽ 3 × x² ഇൻറ്റു എന്താണ്? b എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. അപ്പോൾ 3 × 2 6 3 × 2 6 x² എന്നതാ പ്ലസ് 3 × 2 b² എന്ന് പറഞ്ഞാൽ 4² അല്ല b² എന്ന് പറഞ്ഞാൽ 2² വരുമ്പോൾ 4 × 3 12x എന്ന് വന്നു. ഇങ്ങനെയല്ലേ വരുന്നത്? അപ്പോൾ നമ്മളിതിനെ മാറ്റുമ്പോൾ x³ - 4x² - x - 1 -x³ -8 മൈനസ് ഇത് ഈക്വലിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ x³ - x³ ആയി -8 + 8 ആയി -6x² + 6x² ആയി -12x = 0 എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കി നോക്കുക. x³ -x³ + x³ അത് ക്യാൻസലായിപ്പോയി. ഇനി അടുത്തത് എന്താണ്? -4x² + 6x² ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x² എന്നിട്ട് അതായത് -4 ഇവിടെ +6 ഉള്ള. അപ്പോൾ അത് പോയി. പിന്നെ അടുത്ത എക്സിൻ്റെ ടേം എടുക്കുകയാണ്. ഇവിടെ ഒരു എക്സിൻ്റെ ടേം ഉണ്ട്, ഇവിടെ ഒരു എക്സിൻ്റെ ടേം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12x ഇത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13 പ്ലസ് മൈനസ് അല്ലേ -12x എന്ന് വരും. ഇവിടെ 8 ഉണ്ട്, ഇവിടെ +8 ഇവിടെ മൈനസ് ആയിരുന്നു. സോറി, ഇവിടെ +1 ആണേ. ഇവിടെ +1 ആണ് വരുന്നത്, സോറി. അപ്പോൾ +1ഉം +8 ആകുമ്പോൾ 9 വരും, +9 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് എന്താണ്? എക്സ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇറ്റ് ഈസ് ദി ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ QE എന്നാണ് എഴുതുന്നത്. ഇറ്റ് ഈസ് ദ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ax²
പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 ആ ഫോമിലാണുള്ളത്. അപ്പം നമുക്ക് എന്തെഴുതാം? അപ്പോൾ നമുക്ക് ഇതിനെന്ത് പറയാം? അപ്പോൾ ഇവിടെ എന്താണ്? വേർ എ ഈസ് ഈക്വൽ ടു എന്താണ്? 2 ആണ്. ബി ഈസ് ഈക്വൽ ടു 13. സോറി, ഇവിടെ 13x വരിക. കാരണം ഇവിടെ -x, ഇവിടെ 12x, അപ്പോൾ -13x. സോറി, തെറ്റിപ്പോരുത്. ഇവിടെ -13x ആണ് ഉള്ളത്. അപ്പം ബി ഈസ് ഈക്വൽ ടു -13 എന്ന് വന്നു. സി -13 ആണ്. സി ഈസ് ഈക്വൽ ടു ഇവിടെ കറക്റ്റ് അല്ലേ? ആയിട്ടൊന്നു ഈക്വൽ ടു 9. തെറ്റിപ്പോയതാണ് കേട്ടോ, സോറിയേ. അപ്പം എ ഈസ് ഈക്വൽ ടു 2, ബി ഈസ് ഈക്വൽ ടു -13, സി ഈസ് ഈക്വൽ ടു 9. അപ്പം നമുക്കിത് കിട്ടി. അപ്പോൾ ഇതെന്താണ്? ഹെൻസ് ഇറ്റ് ഈസ് എ quadratic equation. ഇത് കണ്ടില്ലേ? ഇപ്പം ഞാൻ ആഡ് ചെയ്യുമ്പം ശ്രദ്ധിച്ചില്ല, ഇവിടെ -x ഉള്ള. അപ്പം 12x എന്ന് ഡയറക്റ്റ് എഴുതി. 12 അല്ല ഇവിടെ വേണ്ടത്, 13x ആയിരുന്നു. അപ്പം ആ ഒരു മിസ്റ്റേക്ക് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ആൻസർ കംപ്ലീറ്റ് റോങ് ആവും. കാരണം കാൽക്കുലേറ്റ് ചെയ്ത് തെറ്റാണ്. അതിൻ്റെ ബീൻ്റെ വാല്യൂ മാറും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? എഴുതുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കറക്റ്റാണോ, ഓരോ സ്റ്റെപ്പും നോക്കുക. മാത്സിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് കംപ്ലീറ്റ് ആൻസറും പോകും. പക്ഷെ നമ്മളെല്ലാം സ്റ്റെപ്പായി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. ഞാൻ പ്രോമിസ് ചെയ്യുന്നു. ഇത് പ്രാക്ടീസ് ചെയ്യുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മാത്രമല്ല, എല്ലാ ചാപ്റ്ററിൻ്റെയും ഞാൻ പറയുന്നത് കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും 100% മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ബൈ.